ഇല്ലടേ, പാച്ചാടിത്തറ നായന്മാരെ തറയിലിറക്കാനും മാത്രം ഈ കരയിൽ ആരും വളർന്നിട്ടില്ല. ആറാട്ടിന്റെ അന്നത്തെ പ്രശ്നത്തിൽ തന്നെ ആകെ നാറിയിരിക്കുക. ഇനി തിരുവാഭരണത്തിന്റെ പൂച്ചും കൂടി പുറത്തായാൽ ഇയാള് കിടന്ന് വിരളാടേ. ഇതിലും വലിയ പഴം നീന്തി കിടന്നാ ചന്തു നായർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങാം. എവരെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കാണാൻ വരുന്നേ? അതൊന്നും ഇയാളെ രണ്ട് കാര്യമല്ല. പോയ കാര്യം എന്തായി? കുഞ്ഞിണ്ണി ആരങ്ങ് എത്തിയപ്പോ ട്രെയിന് വന്നുപോയി. റെയിൽവേ സ്റ്റേഷനിൽ തിരക്കാനൊരിടമില്ല. ട്രെയിൻ വന്ന് പോകുന്നവരെ ഇയാൾ ഏത് അച്ചു വീട്ടിൽ പോയി കിടക്കായിരുന്നു? ചിന്നനെ ടാക്സിയും വിളിച്ചോണ്ട് സമയം കളയാതെ പോണോന്ന് ഞാൻ പറഞ്ഞാലിവിടെ. ചെയ്തത് അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ പോകുന്ന വഴിക്ക് കാറിന്റെ ഡീസൽ ഒടിഞ്ഞോ? അങ്ങനെ ഏതാണ്ടൊരു പേരാ ചേർക്കാൻ പറഞ്ഞതേ. പിന്നെ എല്ലാം ശരിയാക്കി അങ്ങ് എത്തിയപ്പോ ഇയാളെ പറഞ്ഞേച്ച എന്നെ വേണം ചവിട്ടാൻ. എത്തിയല്ലോ. എത്തിയോ? എനിക്ക് അപ്പോഴേ തോന്നി വല്ല കാറോ ജീപ്പോ പിടിച്ച് വരാതിരിക്കത്തില്ലെന്ന്. അനന്തര ജീപ്പല്ലോ അത്? പറഞ്ഞത് നേരാണല്ലോ. ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇത്തിരി ധൃതിയുണ്ട്. ഒന്ന് ഇറങ്ങിയേച്ചു പോടാ. ഇറങ്ങായിരുന്നു, പക്ഷെ കമ്മിറ്റി പ്രസിഡന്റായിട്ട് ഉടക്കാൻ ഇപ്പൊ സമയമില്ലാത്തോണ്ടാ. വേണ്ട, തലയിരിക്കുമ്പോ വാലാടണ്ട. തല ഇരിക്കുമ്പോഴല്ല വാലാട്ടാൻ പറ്റും എന്റെ തമ്പുരാട്ടിയെ. വേണ്ടേ, ഇവനെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത് പൂമംഗലത്തുകാർക്ക് ചേർന്നതല്ല, പറഞ്ഞേക്കാം. പേടിക്കണ്ടമ്മായി, ഇനി എവിടെ നിന്ന് ഇറങ്ങിപ്പോ വേറെ പെമ്പിള്ളാരൊന്നും ഇല്ലല്ലോ. ഹലോ, വുഡ് ബി പോട്ടെ. താങ്ക് യു, സീ യു അഗൈൻ. ഓക്കേ, അപ്പൊ പറഞ്ഞ പോലെ. ചന്ദ്രകുഞ്ഞിന്റെ കൂടെ വരുന്ന ഒരു പെങ്കൊച്ചില്ലയോ? അതെ, ഊർമിളയുടെ കാര്യം അച്ഛനോട് പറഞ്ഞോ? നീ ഒന്ന് പഠിക്കാവുന്നില്ലേ? ഒക്കെ ഞാൻ പറഞ്ഞോളാം. മോള് വാ.